ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് ട്രിക്കാണ്. അപ്പം ഒരു പേപ്പറിലുള്ള ഡേറ്റ, ഒരു പേപ്പർ അല്ലെ ഒരു ഇമേജ് അല്ലെ ഒരു പ്രിൻ്റഡ് പേജ്, ഇവ നമുക്ക് ടൈപ്പ് അടിക്കാതെ തന്നെ നമുക്ക് മൊബൈലിലേക്ക് മാറ്റിയിട്ട് അവ എങ്ങനെ അത് എഡിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവർക്കൊക്കെ, കമ്പ്യൂട്ടറൊക്കെ ഇല്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഓഫീസ് വർക്കിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് ഉള്ള ഒന്നാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഇവിടെ സെർച്ചിൽ അടിച്ചു കൊടുക്കുക. സെർച്ച് എടുത്തിട്ട് ഇവിടെ മൈക്രോസോഫ്റ്റ് 365 എടുക്കുക. എടുത്തിട്ട് നമ്മളിവിടെ ഓപ്പണിൽ പ്രസ് ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിവിടെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്തു. ഓപ്പൺ പ്രസ് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നു വേർഡാണോ, എക്സലാണോ, പവർ പോയിൻ്റിലാണോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വേർഡെന്ന് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുന്നു ക്യാപ്ചറിങ് എ ഫോട്ടോയാണോ അതോ ഇമ്പോർട്ടിങ് ഫോട്ടോയാണോ എന്ന് ചോദിക്കുന്നു. ക്യാപ്ചറിങ് എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇമ്പോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാലറി ഉള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടിങ് ഫോട്ടോ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നു ഇതിനകത്ത് ഏത് ഫോട്ടോയാണ് വേണ്ടത്. ഞാനൊരു ഇമേജ് എടുത്തിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇമേജ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് വെച്ച് ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജാണ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ടൈപ്പ് അടിക്കാൻ കഴിയില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഞാൻ റിവ്യൂ ആൻഡ് എഡിറ്റ് എന്ന് ഏറ്റവും ലാസ്റ്റിൽ, കാണാൻ പറ്റത്തില്ലായിരിക്കും, മൊബൈലായതുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. നിങ്ങളതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ റിവ്യൂ ആൻഡ് എഡിറ്റ് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നു ഫിൽറ്റർ ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ ഫിൽറ്റർ ചെയ്യുന്നില്ല, ഫിനിഷ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രോസസ്സിങ് മീഡിയ 100% എന്നുള്ളത് വന്നു. അത് കഴിഞ്ഞ് അത് വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. കണ്ടോ, ആ ഫയൽ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് അതിൽ ടൈപ്പ് അടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അത് കണ്ടോ, ലീവ് ആപ്ലിക്കേഷൻ ഫോർ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്നുള്ളത് വന്നു. വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കുറച്ച് ഇത് ആവശ്യമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഫോർ സ്കൂളെന്ന് മതി. ഇനി ഇവിടെ വന്നിട്ട് എനിക്ക് ദ പ്രിൻസിപ്പൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സ്കൂളിൻ്റെ പേരുള്ളിടത്ത് ഞാനിവിടെ ഇന്ത്യൻ സ്കൂളെന്ന് ഞാൻ അടിച്ചു. ഇന്ത്യൻ സ്കൂളെന്ന് അടിച്ചു. ഇവിടെ ഞാൻ അടിച്ചു കൊടുത്തു ബഹ്റിൻ ഞാൻ അടിക്കുകയാണ്. ഇവിടെ ബഹ്റിൻ, ഞാനിവിടെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 15 വർഷം ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ത്യൻ സ്കൂൾ ബഹ്റിനിൽ. അപ്പം എന്ത് ചെയ്യണം, അപ്പം ബഹ്റിൻ ഞാൻ അടിച്ചു കൊടുത്തു. ഇവിടെ വന്നിട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. കുറച്ച് സ്ഥലം നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് താഴോട്ട് വന്നു, എന്തെങ്കിലും മാറ്റം വരുത്താം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ പേരടിക്കണമല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു 2 പ്രാവശ്യം എൻ്റർ അടിച്ചിട്ട്, അല്ല എൻ്റർ അടിക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നിട്ട് പേരടിച്ചു. കണ്ടോ, പേരടിച്ചു. അപ്പോൾ എന്താ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സബ്ജക്റ്റ് എന്നുള്ളത് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്കതിനെ ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈന്, അതിന് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്ത് ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു ഫോട്ടോ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ഇൻസെർട്ട് ചെയ്യണം, നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു ബട്ടണിൽ തന്നെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഹോം എന്നൊരു ഓപ്ഷനുണ്ട്, ഹോം. ഈ ഹോമിൽ പ്രസ് ചെയ്യുമ്പം ഇൻസെർട്ട്, ഡ്രോയ്, ലേഔട്ട്, റിവ്യൂ, വ്യൂ, ഇതിനകത്ത് ഏതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറയും എനിക്ക് ഇൻസെർട്ടാണ് വേണ്ടത്. ഇൻസെർട്ടിൽ എന്താണ്, ടേബിളാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത്, പിക്ചറാണോ, ഷേപ്പാണോ, ടെക്സ്റ്റ് ബോക്സ് ആണോ, ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടത്, പിക്ചറാണ് എടുക്കേണ്ടത്. പിന്നെ അതിൽ നിന്ന് ക്യാമറയിൽ നിന്ന് എടുക്കണോ അതോ ഞാൻ ഫോട്ടോ എടുക്കണം. ഉണ്ടോ, ഫോട്ടോ എടുക്കുമ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഗാലറിയിലെ ഒരു ഫോട്ടോ എടുത്തു. ഇവിടെ ഞാൻ ആടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഫോട്ടോ എനിക്കിവിടെ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം കേട്ടോ. ഇവിടെ വന്നിട്ട് ആ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ നമുക്കതിനെ ഫിൽറ്റർ ചെയ്യാം.
അപ്പോൾ ഞാൻ ഫിൽറ്റർ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ നണ്ണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഫോട്ടോ നമുക്കിവിടെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിനെ ക്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ മേലിൽ നിന്ന് ക്രോപ്പ് ചെയ്തു. താഴെ നിന്നും നമുക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് എടുക്കുക, നമുക്കിവിടെ നിന്നും ക്രോപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ സ്ക്രീനായതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ ചില ബുദ്ധിമുട്ട് വരും. ഇതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ നമ്മൾ ക്രോപ്പ് ചെയ്തു. ഇനി നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു ഷേപ്പ് എടുക്കണം. ഷേപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതേ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുക, ഹോമിൽ പ്രസ് ചെയ്യുക, ഇൻസെർട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഷേപ്പല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ഷേപ്പ് എടുത്തു. അപ്പോൾ കുറേ ഷേപ്പുകളുണ്ട്. ഇതിനകത്ത് ഏത് ഷേപ്പ് വേണം, കുറേ അധികം ഷേപ്പുകളുണ്ട്. കണ്ടോ? നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഷേപ്പ് എടുക്കണം ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് എടുത്തു. അപ്പോൾ ഒരു ഷേപ്പ് ഇവിടെ വന്നു. ആ ഷേപ്പ് നമുക്ക് കണ്ടോ വലുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഷേപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കേട്ടോ? ഇത് നമ്മുടെ ലെറ്ററും, ഇത് നമുക്ക് ഒരു പിക്ചർ എടുക്കാം, ഒരു ഷേപ്പ് എടുക്കാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഹോമി എടുത്തു കഴിഞ്ഞാൽ, ഇൻസെർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യം, ടേബിൾ ഇൻസെർട്ട് ചെയ്യാം, പിന്നെ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട്, അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞ് ഇനി നമുക്കിത് സേവ് ചെയ്യും. അടുത്ത നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഈ 3 ഡോട്ട് കണ്ടില്ലേ, ഈ 3 ഡോട്ടിൽ നമുക്കിവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്, ഷെയർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർ എടുക്കുക. ഷെയറാണ് കുറച്ചുകൂടെ നല്ലത്. ഷെയർ ആസ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഉണ്ടോ അറ്റാച്ച്മെൻറ്റ്. എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയാം. കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇതിലൊക്കെ ഇടാം. വാട്സപ്പിൽ സേവ് ചെയ്യാം, പിന്നെ ജിമെയിലിൽ സേവ് ചെയ്യാം, പിന്നെ ഡ്രൈവിനകത്ത് സേവ് ചെയ്യാം, പിന്നെ നമുക്ക് PDF ആയിട്ടും സേവ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു പ്രിൻ്റഡ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് വേടി കൊണ്ടുപോയിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് ഈ രീതി അല്ലാതെ എളുപ്പ വഴി വേറൊരു വഴിയുണ്ട്. പല രീതികളുണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേറൊരു രീതിയും കൂടെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെ വന്നിട്ട് ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ ഇവിടെ ഗൂഗിൾ എടുക്കുക. എളുപ്പവഴി പറഞ്ഞുതരാം. വേറൊരു വഴിയാണിത്. അപ്പം ഇവിടെ ഗൂഗിൾ എടുത്ത് ഇവിടെ ഗൂഗിൾ ലെൻസ് എന്ന് കണ്ടില്ലേ, ഇത് ഗൂഗിൾ ലെൻസാണ്. ഇതിൻ്റെ ഇവിടെ വന്ന് നമ്മൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ലെൻസ് വരും. അപ്പോൾ അവർ ചോദിക്കുന്നു ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഞാൻ പറയുന്നത് ഈ ഫോട്ടോയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, ഈ ഫോട്ടോയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഈ ഒരു ഇമേജ് ഇവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി എന്ന് പറയണം. കോപ്പി പറഞ്ഞിട്ട് നമ്മളിവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇവിടെ കിടക്കുന്ന ഇവിടെ മൈക്രോസോഫ്റ്റിലോട്ട് നമ്മൾ പോയി, മൈക്രോസോഫ്റ്റ് 365 നമ്മൾ പോയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കണം കേട്ടോ. ഇതൊന്നും എടുക്കരുത്, ഇമ്പോർട്ടിങ് എടുക്കണ്ട. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു. ബ്ലാങ്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് കിട്ടി. പിന്നെ ഏറ്റവും ടോപ്പിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നമുക്ക് പെർഫെക്ഷൻ ഇല്ല കേട്ടോ. നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കണ്ടില്ല ലൈനൊക്കെ മാറി. ഇനി ഇതിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതിൻ്റെ ലൈൻ സ്പേസ് നമുക്ക് ശരിയാക്കണം. ഇതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗൂഗിൾ ലെൻസ് എടുത്താൽ നമുക്ക് പെർഫെക്ഷൻ വളരെ കുറവായിരിക്കും. അതേസമയം നമ്മൾ ഇമ്പോർട്ട് ഫോട്ടോ എടുത്തിട്ട് വേർഡിലോട്ട് ഇട്ടിട്ട് മുമ്പ് ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ഫയൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട്
നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ ഞാൻ എക്സൽ അടുത്ത കുറേ സ്റ്റെപ്പുണ്ട്. എക്സൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അവിടെ ഓൾ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.